ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ കുറെ പേരെന്തായാലും ലോണിന്റെ ആവശ്യമൊക്കെ ആയിട്ട് കുറെ ലോൺ ആപ്പുകളൊന്നും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ആയിക്കോട്ടെ, ഇപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നിന്നും അങ്ങനെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് പേഴ്സണൽ ലോൺസും അതുപോലെ തന്നെ ഹോം ലോൺസും എഡ്യൂക്കേഷൻ ലോൺസും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ റീസെന്റ് തന്നെ കുറെ പേര് ഇപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇപ്പൊ ശല്യം കാരണം, അതായത് ഈ നമ്മുടെ ബാങ്കുകളായിക്കോട്ടെ NBFCകളായിക്കോട്ടെ ശല്യം ചെയ്തിട്ട് അത് കുറെ ഫേക്ക് ലോൺ ആപ്പ് എന്നൊക്കെ എടുത്തിട്ടായിരുന്നു. അതുപോലെ ശല്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാരാസ് ചെയ്തിട്ട് കുറെ പേര് ആത്മഹത്യ ചെയ്യൽ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഈ നമ്മളൊരു EMI മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3 EMI മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എന്താ പറയാ ഹരാസ് ചെയ്യാനുള്ള നിയമം നടപടികളുണ്ടോ, ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് ബ്ലോഗാണ്. നമ്മുടെ പുതിയ ചാനൽ GH വേൾഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ന്യൂസുകളാണ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക് ന്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടാ. അതുപോലെ തന്നെ നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയം കാലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും, ഇപ്പോൾ RBIയുടെ അണ്ടറിൽ വരുന്ന ബാങ്കുകളും NBFCകളും ആണെങ്കിൽ, അതായത് RBIയിൽ രജിസ്റ്റേർഡ് ആയിട്ട് ലൈസൻസ് എടുത്ത NBFCകളും അതുപോലെ തന്നെ ബാങ്കുകളാണെങ്കിൽ അത് അങ്ങനെ എടുത്ത് പറയാൻ എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്ലേ സ്റ്റോറിലടക്കം, ഫേസ്ബുക്കിൽ നിന്നാണ് ഇപ്പോൾ മിക്ക ആൾക്കാരും, ഫേസ്ബുക്കിൽ നിന്ന് Instagram നിന്നാണ് മിക്ക ആൾക്കാരുമായി പെടുന്നത്. ഒരു ഫേസ്ബുക്കിലും Instagramലും കാണുന്ന 99% സാധനങ്ങളും ഫ്രോഡുകളാണ്. ഫ്രോഡ് എന്ന് തന്നെ പച്ചക്കെടുത്ത് പറയാൻ പറ്റും. ഫ്രോഡ് അല്ലെങ്കിൽ ഫേക്ക് ആപ്പുകളാണ്. അതൊന്നും രജിസ്റ്റർ അവർ RBIന്റെ ചിലപ്പോൾ പേര് പോലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ചുമ്മാ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ സ്ഥലത്ത് പോയി എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ കാശ് തിരിച്ചടയ്ക്കാനും അതുപോലെ ഡബിളും ട്രിപ്പിളൊക്കെ പറയും. എന്ന് വെച്ചാൽ അവരെ അത് ഫ്രോഡുകളാണ്. അപ്പം അങ്ങനത്തെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് RBIയുടെ അണ്ടറിൽ വരുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ NBFC നിന്നാണ് ഇതുപോലെ ലോൺ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ റൂൾസുകളും സംഭവങ്ങളൊക്കെ RBI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരിപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, പ്രത്യേകിച്ച് പേഴ്സണൽ ലോൺ ആയിരിക്കും മിക്ക ആൾക്കാരും എടുക്കുന്നത് NBFCകളിൽ നിന്നും അതൊക്കെ. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, നമ്മൾ ആദ്യത്തെ EMI അടച്ചു, രണ്ടാമത്തെ EMI അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ നമുക്കറിയായിരിക്കും നമ്മുടെ ഈ ബാങ്കുകളും NBFCകളും തന്നെ അവർ കളക്ഷൻ ഏജന്റുകളെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഇതുപോലെ ലോൺ അടയ്ക്കാത്തവരിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ വേണ്ടി കളക്ഷൻ ഏജന്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവര് ആക്ച്വലി എന്താ ചെയ്യുക, ഇവർക്ക് കളക്ഷൻ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊടുത്തിട്ട് അവർക്ക് കമ്മീഷനും സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളെ എങ്ങനെയെങ്കിലും കാശ് വാങ്ങിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കും. ശരിക്കും ബാങ്ക് ഇതിൽ ഇടപെടില്ല. അപ്പൊ എന്താ ചെയ്യും, ഇവര് നമ്മളെ വിളിച്ച് ഹരാസ് ചെയ്യും, അവർ നമ്മുടെ എന്താ പറയാ ഫോൺ വിളിക്കും, മെസ്സേജ് അയക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു ദിവസത്തിൽ 100 കോൾസും സംഭവം വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആരായാലും ഇങ്ങനെ കണ്ട ഇറിറ്റേഷനായി പോകും, ടെൻഷനായി പോകും, ആകെ പരിപാടി. പിന്നെ ഇവരിത് മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ്സ് നമുക്കന്നെ വിളിച്ചിട്ടൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ ഉടായ്പ പരിപാടികൾ. ശരിക്കും RBIയുടെ റൂൾ അനുസരിച്ച് നമ്മളെ 7 മണിക്ക്, കാലത്ത് 7 മണിക്ക് മുമ്പോ അതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷമോ നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല എന്നാണ് RBIയുടെ റൂള്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുറെ പേര് നമ്മുടെ വീട്ടിലേക്ക് വരും, വീട്ടിലത്തെ ആൾക്കാരെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറെ പോകുന്നുണ്ട്. ഏതൊരു പ്ലെയിൻ പോകുന്നുണ്ടല്ലോ മോളിൽ കൂടെ, ഒന്ന് പോട്ടെ അല്ലെങ്കിൽ സൗണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കളക്ഷൻ ഏജൻസ് വന്നിട്ട് കുറെ പേര് നമ്മൾ ഇതുപോലെ കമന്റ് ചോദിക്കാറുള്ളത്, ഞാൻ EMI മിസ്സാക്കി വീട്ടിലേക്ക് ആൾ വരുമെന്നൊക്കെ പേടിച്ചിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിനും ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന് റൂൾ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു സെലക്ടഡ് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, അതിനിടയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒന്നും ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ ഇതിനെ കുറിച്ചൊന്നും പറയാനോ പാടില്ല. അതുപോലെ തന്നെ ഹ്യൂമിലേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല, നോർമൽ പോലെ സംസാരിക്കാനോ പാടുള്ളൂ എന്നൊക്കെ കുറച്ച് റൂളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, ഇതുപോലെ കുറേ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്, NBFCകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം വെച്ചാൽ ബാങ്കിനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ RBIയിലേക്ക് കംപ്ലൈന്റ്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി RBI എന്ന്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് കിട്ടും, അതിൽ ആക്ച്വലി നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് RBI ഓംബുഡ്സ്മാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ RBIയുടെ ഓംബുഡ്സ്മാന്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ഈ NBFCകളൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റൊക്കെ അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനും പറ്റും. നമ്മൾ എടുക്കാൻ പോകുന്ന ആപ്പുകൾ എന്താ പറയുക രജിസ്റ്റേർഡ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റും സംഭവമൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനും പറ്റും. നമുക്ക് എന്താണോ കംപ്ലൈന്റ് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ അനുസരിച്ചുള്ള ഇമെയിൽസും നോട്ടിഫിക്കേഷനും കോൾസ് ഒക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു റൂൾസുകളാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ടതാണ് ഇവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFCകളും ബാങ്കുകളുടെയും ഒരു സംഭവം. പ്രത്യേകിച്ച് RBI ഇപ്പം നല്ല ടൈറ്റ് ആണ്, ഇപ്പം എല്ലാം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം അവർ ഫോളോ ചെയ്യാത്ത റൂൾസ് ഫോളോ ചെയ്യാൻ അവരൊക്കെ ബാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും കംപ്ലൈന്റ് ചെയ്യുക മറക്കണ്ട.
അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ കൊടുക്കാട്ടെ. അതുപോലെ തന്നെ കുറെ പേര് ഇതുപോലെ ഈ ഫേക്ക് ആപ്പുകളിലൊക്കെ പോയി പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്താ പറയുക രജിസ്റ്റേർഡ് ആയിട്ടുള്ള RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFC ആപ്പുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ലോൺ എടുക്കാം. അതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ നിന്നും കണ്ടിട്ട് പോയി ചാടി കയറി ഒരു സാധനം 5 മിനിറ്റ് ലോൺ കിട്ടുന്നൊക്കെ പറഞ്ഞ് പോയി പെടരുത് കേട്ടോ. പണി കിട്ടിട്ട് വാങ്ങിച്ചു വെക്കരുത്, പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അത് ഞാൻ കുറെ ഇതിലായി പറയുന്നത് വെച്ചാൽ കുറെ പേര് ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല, ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ല, അങ്ങനത്തെ വീഡിയോസ് കാണാനൊന്നും ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനത്തെ ആൾക്കാരെ പോയി പെട്ടിട്ട് പിന്നെ ഇപ്പോൾ എനിക്ക് ഇതുപോലെ ആൾക്കാർ കുറെ പേര് പെട്ടിട്ട് ഫേക്ക് ഫ്രോഡിലും അതുപോലെ തന്നെ ഇതുപോലെ ലോണിലൊക്കെ പെട്ടിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്താ പറയാ സങ്കടം വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോൾ ഈ ഫ്രോഡുകളിൽ പോയി പെട്ടിട്ട് ഒരു 2 ലക്ഷം കഴിഞ്ഞ ആഴ്ച 3 ലക്ഷം പോയിട്ട് ട്രേഡിംഗ് ഫ്രോഡിൽ പോയിട്ട് എന്നെ വിളിച്ച് ചോദിച്ചൊക്കെയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് കാണുക. അല്ലാണ്ട് ഈ സാധനത്തിനെ കുറിച്ച് അറിവില്ലാണ്ട് ഇരുന്നിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല. അല്ലാണ്ട് ഈ സീരിയലിലും അപ്പുറത്തെ വീട്ടിൽ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. എന്റർടൈൻമെന്റ് കിട്ടാൻ കാണാന്നല്ലാണ്ട് ഇങ്ങനത്തെ സാധനത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനത്ത് നോക്കിയിരിക്കാൻ തന്നെ പറ്റുള്ളൂ. കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ചില കേസുകളൊന്നും സൈബർ ഡിപ്പാർട്ട്മെന്റ് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഹാക്കേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഗ്രൂപ്പുകളാണ്, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ വീഡിയോസ് എങ്കിലും കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇത് കുറെ പേര് നമ്മൾ ഇതിനെ കുറിച്ച് സംശയം ചോദിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ സംഭവം ഇട്ടിട്ട് എന്താ വെച്ചാൽ ഓൾറെഡി RBI ഓംബുഡ്സ്മാനിൽ എങ്ങനെയാണ് കംപ്ലൈന്റ് ചെയ്യേണ്ട സംഭവമൊക്കെ നമ്മൾ